ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും ചേട്ടായിക്കും മാത്രം ഞാൻ 2 ചായ മാത്രമേ എടുത്തുള്ളൂ. മക്കളാരും എണീറ്റ് വന്നിട്ടില്ലേ. അവർ എണീറ്റ് വരുമ്പോൾ കുറച്ച് വൈകും. ഒരു 8:30 9 മണിയൊക്കെ ആവും. കാരണം വെച്ചാൽ ഇപ്പോൾ മോളൂട്ടി ഉള്ളത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് കിടക്കുന്നത്. രാത്രി 2 മണിയൊക്കെ ആവും ഒന്ന് ഉറങ്ങുമ്പോഴത്തേക്ക്. അതുവരെയൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പം ഞാനും ഒരു 12 മണി വരെയൊക്കെ ഇരിക്കും. എന്നിട്ട് പിന്നെ രാവിലെ അടുക്കള കയറേണ്ട കാരണം ഞാൻ പിന്നെ കിടക്കും. അപ്പോൾ ബാക്കി ചായ ഞാൻ അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി ഇവിടെ വണ്ടിയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മഴയൊക്കെ മാറിയേ. ഇപ്പം മഴ അധികം ഇല്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ ചാറി വരും, പെട്ടെന്ന് പോവും. ഇപ്പോൾ വെയിലാണ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പം. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വട്ടയപ്പമാണ്. അപ്പോൾ ഞാൻ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് അരി അരച്ച് വെച്ചത്. തലേദിവസം വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ അരി അരയ്ക്കുന്നത്. രാവിലെ അരച്ച് വെച്ച് 1 മണിക്കൂറിന് ശേഷം ഉണ്ടാക്കുന്ന അപ്പമാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് അപ്പമാണ്. അപ്പോൾ ഞാൻ ഇത് ഏത്തപ്പഴം ചേർത്തിട്ടാണ് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു പ്ലേറ്റിൽ കൂടെ ഞാൻ മാവ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം കൊണ്ട് ഇൻഡക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് വെക്കുന്നത്. നമുക്കിപ്പോൾ 45 ദിവസം കഴിഞ്ഞിട്ടൊക്കെയല്ലേ കിട്ടാറുള്ളൂ, ബുക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഗ്യാസ് കിട്ടാൻ ക്ഷാമം വന്ന ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഇൻഡക്ഷൻ വാങ്ങിയത്. അപ്പോൾ ഇത് കറണ്ട് ബില്ലും പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാം ഒന്നും കൊണ്ടുവന്ന് വെക്കാനും പറ്റത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലാണ് വെച്ചത്. അപ്പോൾ ദേ കണ്ട, ഇനിയിപ്പോൾ ഈ അപ്പം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ ഇതുപോലെ മുറിക്കുമ്പം കത്തിയിലൊക്കെ പിടിക്കുമല്ലോ, മാവ് ഇങ്ങനെ പിടിച്ചു വരും. അപ്പോൾ അത് പിടിക്കാതിരിക്കാൻ നമ്മൾ തീയിലൊന്ന് ഈ കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാം ഒന്ന് വരയിട്ട് വെച്ചിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളകി പോരും. എങ്ങും പാത്രത്തിലൊന്നും പിടിക്കുകയില്ല. ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. കണ്ട, നല്ല സോഫ്റ്റ് അപ്പാണ്. ഒരുപാട് കനത്തിലൊന്നും അല്ല ഞാൻ ഒഴിച്ചത്. കണ്ട, ഈ ഒരു ഇതിലാണ് ഞാൻ, ഈ ഒരു കനയേ ഉള്ളൂ, ഒരുപാട് കനമൊന്നുമില്ല. കണ്ട, അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനിത് ഏലക്കയും ജീരകവും ഒക്കെ പൊടിച്ചൊക്കെ അതിലേക്ക് ഇട്ടിട്ട് തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ റെസിപ്പിയൊക്കെ നേരത്തെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതേ നമ്മുടെ അപ്പം എല്ലാം റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എണീറ്റ് വന്നപ്പോൾ കാപ്പൂടി എല്ലാം കഴിഞ്ഞേട്ടാ. പിന്നെ അതേ ഞാൻ നമ്മുടെ വീടിൻ്റെ വാതിക്കൽ തന്നെ ഞാൻ ഈ പൊന്നാങ്കണ്ണി ചീരയില്ലേ, അതിങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് ഇതുപോലെ എടുത്ത് തോരൻ വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അത് തോരനാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതൊന്ന് കത്തി എടുത്തിട്ടൊന്ന് മുറിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കത്രികയും കൊണ്ട് അത് മുറിക്കാൻ വേണ്ടി പോയതാണേ. പക്ഷേ ഒരുപാട് നിപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ പിടിച്ച് നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം അത് മുറിച്ചെടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും കൂടെ ചേർക്കേണ്ടി വരും. ഒന്നെങ്കിൽ പരിപ്പോ എന്തെങ്കിലും ചേർക്കണം. അത് മാത്രം തോരൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നമുക്ക് വെച്ച് പിടിപ്പിക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ചെറിയ ഒരു തണ്ട് മുറിച്ചിട്ട് അത് ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി, ആളി പിടിച്ചോളുവേ. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ഇതിൻ്റെ ഒരു കഷ്ണം മുറിച്ച് വെച്ചതാണ് കേട്ടോ. ഒരുപാട് ആളി പിടിച്ചിട്ടുണ്ട്. കാണുമ്പം വലിയ നിസ്സാരക്കാരനായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇത് നമുക്ക് ഈ കണ്ണിന് കാഴ്ചശക്തി കുറയുന്ന സമയത്തൊക്കെ നമുക്കിതുപോലെ ഇത് തോരൻ വെച്ച് കഴിക്കുന്ന ഈ ഇലക്കറി നല്ലതാണ്. നല്ല കാഴ്ചശക്തി കൂട്ടാനൊക്കെ നല്ലൊരു ഇലക്കറിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മുറിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മോൻ പുറത്തേക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് പച്ചക്കറി വാങ്ങിയ കൂട്ടത്തിൽ വാഴച്ചുണ്ടും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് വാഴച്ചുണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് അങ്ങോട്ട് മാറ്റി വെച്ച് വൈകിട്ടെടുക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ ആ വാഴച്ചുണ്ട് അരിഞ്ഞിട്ട് എണ്ണയൊക്കെ വെള്ളത്തിലിട്ടിട്ട് അതിൽ നിന്ന് വാരി പിഴിഞ്ഞെടുത്ത് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി വെക്കണേ. അപ്പോൾ ഞാനിത് പരിപ്പ് ചേർത്തിട്ടാണ് തോരൻ വയ്ക്കാൻ പോകണം. അപ്പോൾ പരിപ്പ് അടപ്പേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിനിടയ്ക്ക് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തിയും കറി വയ്ക്കാനൊക്കെ എല്ലാം ഒന്ന് ക്ലീനാക്കി അരച്ചു കൂട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പാചകം കാണിക്കാഞ്ഞിട്ടാണ്. ഇടയ്ക്ക് കുഞ്ഞിനെ എടുക്കാനൊക്കെ പോകേണ്ടി വരും.
അപ്പോൾ ദേ നമ്മുടെ വാഴച്ചുണ്ട് തോരനും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുപേർ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള കറികളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിൻ്റെ പ്രസാദവും കൊണ്ട് അച്ഛൻ വന്നതാണ്. അപ്പോൾ അവിടുന്ന് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ എന്ന് വെച്ചിരുന്നാൽ ഈ ഇതില്ലേ അമ്പലങ്ങളിലൊക്കെ അമ്പല ദർശനത്തിനൊക്കെ പോകുമ്പോൾ വണ്ടി ബുക്ക് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ അമ്മയും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. തിരുപ്പതി, മൂകാംബിക, പഴനി, അങ്ങനെ ഓരോ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം കാണിച്ചത് അത് തിരുപ്പതിയിലെ ലഡുവാണ്. പിന്നെ ഇത് പഴനിയിലെ പഞ്ചാമൃതം. പിന്നെ നമുക്ക് ലേഡീസ് സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന കുറച്ച് ഐറ്റം കൂടെ അമ്മ എനിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട ഒരു കമ്മൽ, അപ്പോൾ കമ്മലും പിന്നെ വാച്ച്, ക്ലിപ്പ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എനിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് എല്ലാവർക്കും കൂടെ വാങ്ങിച്ചിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്കായിട്ട് അമ്മ കൊടുത്തു വിട്ടതാണ് ഇതൊക്കെ. ഇതേ കമ്മലുകൾ, അനിയത്തിക്കും വാങ്ങിച്ചിട്ടുണ്ട്. അനിയത്തിക്കുള്ളത് അവരുടെ വീട്ടിൽ പോകുമ്പോൾ കൊടുക്കാനായിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രദറിൻ്റെ മക്കൾക്ക്, അങ്ങനെ എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലേഡീസ് സ്റ്റോറിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങുമെങ്കിലും അമ്മമാർ വാങ്ങിച്ചു തരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയല്ലേ. അപ്പോൾ അങ്ങനെ അതെല്ലാം അച്ഛൻ കൊണ്ടുവന്നാണ്. പഴവും പിന്നെ കുറച്ച് കറിവേപ്പില, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ കറിവേപ്പില നാടൻ കിട്ടാറില്ല. അപ്പോൾ തിരുപ്പതിയിലെ ലഡു കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മുടെ ഇവിടെ പറയാനാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ശർക്കര ഇതുപോലെ ഉണ്ട പോലെ ഇരിക്കുന്ന ശർക്കരയാണ്. കണ്ടാൽ അങ്ങനെ തോന്നുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ വൈകുന്നേരമായി, ചായയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതേ അച്ഛൻ പോകാനൊക്കെ റെഡിയായതാണേ. കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അമ്മയും വരണമെന്നൊക്കെ പറഞ്ഞിരുന്നാണ്. അപ്പോൾ അച്ഛൻ സൈക്കിളിൽ പോകുന്നതുകൊണ്ട് അമ്മ പോകുന്നില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ ശേഷം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോകാൻ റെഡിയായതാണ്. കുഞ്ഞിന് ചെറിയൊരു ജലദോഷം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ജലദോഷം മാത്രമല്ല, ചെറിയ തുമ്മലും ഉണ്ട്. അപ്പോൾ അത് ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചിട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനല്ലേ. അപ്പോൾ കൈയോടെ നമ്മൾ ആരംഭത്താലെ മരുന്ന് വാങ്ങുന്നതാണ് കൂടുതലും നല്ലത്. അപ്പോൾ കുഞ്ഞിനെയായിട്ട് ഞാനാണ് കേട്ടോ ബാക്കിലിരിക്കുന്നത്. തീരെ ചെറിയ കുട്ടികളെ നമ്മളിങ്ങനെ ഫ്രണ്ടിലിരുത്താൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എവിടെ പോയാലും ഞാനും കൂടെ പോകാറുണ്ട്. അപ്പോൾ ദേ ഞങ്ങൾ പോകാനൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് കടയിലൊക്കെ ഒന്ന് കയറണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഡോക്ടറെ കണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു 7-7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ്. നമ്മൾ തിരിച്ച് പോരുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ എപ്പോഴും കയറി സാധനം വാങ്ങിക്കാറുള്ള സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഇത് കണിച്ചുളങ്ങര അമ്പലത്തിൻ്റെ അടുത്തുകൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്താണ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ കയറിയിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.